അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് ഹൂദിലെ 24 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി 25 മുതൽ 48 വരെയുള്ള ആയത്തുകളിൽ നൂഹ് നബി അലൈഹിസ്സലാമയുടെ കഥയാണ് പറയുന്നത്. അതിൽ 25 മുതൽ 27 വരെയുള്ള 3 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഇതിനകം ചില സൂറത്തുകളിൽ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രഭാഗം നാം പഠിച്ചു. അതിൽ പരാമർശിച്ചതും അല്ലാത്തതുമായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്ര ഭാഗങ്ങളാണ് ഈ സൂറത്തിൽ പറയുന്നത്. മക്കി സൂറത്തുകളിൽ നൂഹ് നബി അലൈഹിസ്സലാമയുടേതടക്കം പല പ്രവാചകന്മാരുടെയും കഥകൾ വിശദമായി പരാമർശിക്കുന്നത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുറൈശികൾ സ്വീകരിച്ചത് നൂഹ് നബിയോടും മറ്റു പല പ്രവാചകന്മാരോടും അവരുടെ ജനതകൾ സ്വീകരിച്ച സമാന നിലപാട് തന്നെയായിരുന്നു എന്നതുകൊണ്ടാണ്. ഒടുവിൽ നിഷേധികൾക്കൊക്കെ മഹാനഷ്ടവും പരാജയവുമാണ് ഉണ്ടായത് എന്ന കാര്യം അറിയിക്കുന്നതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വിശ്വാസികൾക്കും സാന്ത്വനമേകുവാനാണ് ഇത്. മാത്രമല്ല, എല്ലാ കാലത്തും പീഡനം അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് ഇതിൽ സാന്ത്വനവും പ്രതീക്ഷയുമുണ്ട്. അതോടൊപ്പം നിഷേധികൾക്ക് ഈ ചരിത്രത്തിൽ താക്കീതുമുണ്ട്. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഇന്നി ലക്കും നദീറും മുബീൻ അല്ലാ തഅബ്ദൂ ഇല്ലല്ലാഹ് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. فقال الملأ الذين كفروا من قومه ما نراك إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا بادي الرأي وما نرى لكم علينا من فضل بل نظنكم كاذبين. വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹിനെ നാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നിയോഗിക്കുക തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നി ലക്കും നദീറും മുബീൻ. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് എന്ന് അദ്ദേഹം ആ ജനതയോട് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം അവരെ ഉത്ബോധിപ്പിച്ചത് അല്ലാ തഅബ്ദു ഇല്ലല്ലാ, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ആർക്കും ഇബാദത്ത് ചെയ്യരുത്. എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ ജനതയെ ആദ്യം ഉത്ബോധിപ്പിച്ചത് ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചായിരുന്നു. തുടർന്ന് അദ്ദേഹം പരലോക ജീവിതത്തെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കുകയാണ്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. വേദനയേറിയ ദൈവശിക്ഷയുടെ ദിനം നിങ്ങൾക്ക് വന്നെത്തും എന്ന കാര്യത്തെ ഞാൻ ഭയക്കുന്നു. അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ദൈവമായി ആരാധിക്കാനും അനുസരിക്കാനും പാടുള്ളൂ. അല്ലാത്ത പക്ഷം വേദനയേറിയ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുമെന്ന കാര്യത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫഖാലൽ മലഉ ലദീന കഫറു മിൻ ഖൗമിഹി. അപ്പോൾ അതിന് മറുപടിയായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാർ പറഞ്ഞു, മാ നറാക്ക ഇല്ലാ ബശറം മിഥലന. ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനായിട്ടല്ലാതെ നിന്നെ ഞങ്ങൾ കാണുന്നില്ല. നീ ദൈവം നിയോഗിച്ച പ്രവാചകനാണെന്ന് ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം നീ ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രവാചകനാവുക എന്നത് സംഭവിക്കില്ല എന്നായിരുന്നു മക്കയിലേതടക്കം എല്ലാ കാലത്തെയും പ്രവാചകന്മാരെ നിഷേധിച്ച സമൂഹങ്ങൾ അവരുടെ നിഷേധത്തിന് കാരണമായി പറഞ്ഞ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. തുടർന്നവർ നൂഹ് നബിയെ നിഷേധിക്കാൻ മറ്റൊരു കാരണവും കൂടി പറയുന്നു. വമാ നറാക ഇത്തബഅക ഇല്ലല്ലദീന ഹും അറാദിലുന. ഞങ്ങളുടെ കൂട്ടത്തിലെ അധസ്ഥിതരായ ആളുകൾ മാത്രമാണ് നിന്നെ പിൻപറ്റുന്നവരായി ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലെ സ്ഥാനവും പദവിയുമുള്ള ആരും നിന്നെ വിശ്വസിച്ചവരുടെ കൂട്ടത്തിലില്ല. നിന്റെ കൂടെ വിശ്വാസികളായിട്ടുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെ താഴേക്കിടയിലുള്ള സമൂഹത്തിൽ പരിഗണിക്കപ്പെടാത്തവർ മാത്രമാണ്. ബാദിയർ റഈ. കാര്യങ്ങൾ ബാഹ്യമായി മാത്രം വീക്ഷിക്കുന്ന ഉൾക്കാഴ്ചയില്ലാത്തവരാണ് നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നത്. ഒമാ നറാ ലക്കും അലൈനാ മിൻ ഫളിൻ. ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയും ഞങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ പണക്കാരില്ല, പ്രമാണിമാരില്ല. അക്കാര്യത്തിലൊക്കെ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവർ ഞങ്ങളാണെന്നിരിക്കെ നിങ്ങളുടെ കൂടെ ഞങ്ങളെന്തിനു വരണം? ഞങ്ങളെന്തിനു വിശ്വാസികളാകണം? ബൽ നളുന്നുക്കും കാദിബീൻ. എന്നല്ല,
നിങ്ങൾ വ്യാജം പറയുന്നവരാണ്, കള്ളം പറയുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ കരുതുകയും ചെയ്യുന്നു. നീ പ്രവാചകനാണെന്ന വാദവും നീ കൊണ്ടുവന്ന ദൈവിക സന്ദേശവുമൊക്കെ വെറും കളവായി മാത്രമേ ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ. ഈ ആക്ഷേപങ്ങൾക്ക് നൂഹ് നബി നൽകുന്ന മറുപടിയാണ് തുടർന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.